ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടാവും, നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാവും. അതായത് ഹൈപ്പർ ലാപ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസാണ് ഹൈപ്പർ ലാപ്സ് എന്ന് പറയുന്നത്. ടൈം ലാപ്സ് എന്താണെന്ന് എനിക്ക് അറിയാമല്ലോ, സാധാരണ ഒരു വീഡിയോ സ്റ്റില്ലായിട്ട് വെച്ചിട്ട് പിന്നെ ആ വീഡിയോനകത്തുള്ള കാര്യങ്ങളൊക്കെ സ്പീഡിൽ ഇങ്ങനെ പോകും. ഇപ്പം മേഘങ്ങളൊക്കെ ഇങ്ങനെ സ്പീഡ് പോകുന്ന വീഡിയോ ഒക്കെ ആണല്ലോ, അങ്ങനെ ക്യാമറ അനക്കാണ്ട് വെച്ചിട്ട് വീഡിയോയിലുള്ള കാര്യം ഇങ്ങനെ സ്പീഡ് പോകുന്നതാണ് ടൈം ലാപ്സ് എന്ന് പറയുന്നത്. ഹൈപ്പർ ലാപ്സ് എന്ന് പറയുമ്പോൾ ആ സ്പീഡിൽ തന്നെ വീഡിയോയും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കൂടുതലും ബിൽഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ ഒരു LP സ്കൂളിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ മോഡിൽ തന്നെ ഓൾറെഡി ഉള്ളൊരു ടൈം ലാപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് മെല്ലെ ഇങ്ങനെ നടന്ന് ഞാൻ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ അതിന് പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ ഷേക്ക് ഉണ്ടാവും. അത് നിങ്ങൾ സ്റ്റെബിലൈസ് ചെയ്ത് എടുക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രത്തോളം ഒന്നും സ്റ്റെബിലൈസ് ചെയ്ത് കിട്ടത്തില്ല. ഇനി ഐഫോണിലോ അല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റെബിലൈസ് ചെയ്യുന്ന OS ഒക്കെ ഉള്ള ആൻഡ്രോയിഡ് ഫോണൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ആ ടൈം ലാപ്സ് ഓപ്ഷൻ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ സെറ്റിംഗ്സ് പോയിട്ട് ഗ്രിഡ് ലൈൻസ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 ലൈൻസ് കാണാം. അത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി അങ്ങനെ കറക്റ്റ് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളങ്ങനെ മെല്ലെ നടന്ന് അങ്ങനെ കറക്റ്റ് സ്ലോ ആയിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ അധികം ഷേക്കും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഫോണിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ട്രിക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഹൈപ്പർ ലാപ്സ് ആക്കി എടുക്കാൻ പറ്റും. അതും ഇതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണോ എടുക്കേണ്ടത് അതുപോലെ ഇങ്ങനെ മെല്ലെ ഓരോ സ്റ്റെപ്പ് നടക്കുന്തോറും ഫോട്ടോ എടുത്ത് അങ്ങനെ ഏകദേശം 45-നും 60-ൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് 1 സെക്കൻഡ് വീഡിയോ കിട്ടും. 45 ഫോട്ടോ മിനിമം വേണം, എന്നാലും നിങ്ങൾക്ക് ഒരു സെക്കൻഡ് വീഡിയോ കിട്ടും. 45 to 60. ഇപ്പോൾ അതിൻ്റെ 105 to 120 ഫോട്ടോ ആണ് നിങ്ങളുടെ വീഡിയോ ഉണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡ് വീഡിയോ കിട്ടും. അപ്പോൾ അങ്ങനെ ഫോട്ടോൻ്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും എനിക്ക് ഡ്യൂറേഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഞാനത് പറഞ്ഞ പോലെ ഗ്രിഡ് ലൈൻസ് ഓൺ ആക്കുക. പിന്നെ വൈഡ് ആംഗിളിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ടൈം ലാപ്സിൽ വീഡിയോ എടുക്കുന്നതായാലും ഫോട്ടോ എടുക്കുന്നതായാലും വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വൈഡായിട്ട് ബിൽഡിങ് കാണാനും പറ്റും. പിന്നെ അത് സ്റ്റെബിലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം പിന്നെ സ്റ്റെബിലൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രോപ്പ് ആവും. അങ്ങനെ ക്രോപ്പ് ആകുമ്പോൾ വീഡിയോയിൽ അധികം പാർട്സ് ഒന്നും ഒഴിവാകുന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എക്സ്പോഷറും ആ ഒരു ഫോക്കസും നെക്കി പിടിച്ചിട്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലൈറ്റിങ്ങിന് ഇടയ്ക്ക് ഡിമ്മായി ലൈറ്റ് അങ്ങനെ എക്സ്പോഷർ കൂടുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ VN ആപ്പ് എടുക്കുക. അതിനകത്ത് നിങ്ങൾ അടിയിലൊരു അവസാനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോയുടെ ഡ്യൂറേഷൻ ഏറ്റവും മിനിമം ഒരു 0.5 സെക്കൻഡോ അങ്ങനെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ഫോട്ടോ വരിയായിട്ട് നിങ്ങൾ കറക്റ്റ് എടുക്കുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് അല്ലെങ്കിൽ താഴെന്ന് മുകളിലോട്ടേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതങ്ങനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് റിവേഴ്സ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക കറക്റ്റ് വരുന്നുണ്ടോ. എന്നിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് വെച്ചിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് CapCut യൂസ് ചെയ്യാം. CapCut എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ യൂട്യൂബ്. അപ്പോൾ നിങ്ങൾക്ക് CapCutനകത്ത് തന്നെ സ്റ്റെബിലൈസും ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഗൂഗിൾ ഫോട്ടോ യൂസ് ചെയ്യാണ്ട് തന്നെ VN എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് CapCutൽ ആ വീഡിയോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി കൊടുക്കുക, 1.5 സെക്കൻഡൊക്കെ. എന്നിട്ട് നിങ്ങളത് മോസ്റ്റ് സ്റ്റേബിളിലൊക്കെ ഇട്ട് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. മോഷൻ ബ്ലർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെ പ്ലേ ചെയ്തിട്ട് അത്യാവശ്യം ബ്ലറൊക്കെ വരുന്ന രീതിയിൽ, അധികം ഓവറാത്ത രീതിയിൽ അങ്ങ് ആയിക്കൊടുത്താൽ എൻ്റെ വാല്യൂ അത് നിങ്ങൾ ഓരോ വീഡിയോ അനുസരിച്ചുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ അഥവാ നിങ്ങൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു ഫ്രെയിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും റിസൾട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെ ചെറിയ മിസ്റ്റേക്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ആ ഫോട്ടോ ഡയറക്ഷൻ മാറിയത് അവിടെ ഒരു സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ 2 സൈഡിൽ അങ്ങനെ വന്നു. അപ്പോൾ 2 സൈഡും സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ട്രാൻസിഷനിൽ മിക്സ് ഇട്ട് കൊടുക്കുക. മിക്സ് ഇട്ട് കൊടുത്താൽ ഞാൻ ആ 2 വീഡിയോയും കൂടി കൺവേർട്ട് ചെയ്ത് ഒരു ഫെയ്ഡ് എഫക്റ്റ് കിട്ടും. സോ അങ്ങനെ നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. എൻ്റെ ആ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം വന്നു. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്ക് എടുക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ അതുപോലെ ഞാൻ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലൊക്കെ വരുന്ന പോലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെയാണ് നമുക്ക് ഹൈപ്പർ ലാപ്സ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നൊരു ഔട്ട്ഡോർ ഷൂട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ്. അപ്പോൾ ഇതുപോലെ ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എടുത്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ഇടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.